ഹലോ, അപ്പോൾ നമ്മളിന്നൊരു കരിമീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാനീരും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വേണം മസാല തയ്യാറാക്കാനായിട്ട്. ശേഷം ഇത് കരിമീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. കരിമീൻ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാ ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. കരിമീൻ കുക്കായതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ഒരു ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം തക്കാളിയും കൂടി ഇടണം കേട്ടോ. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങാപ്പാലും കുടംപുളിയും ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി സ്ലോ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. വാഴയിലയിലേക്ക് നമുക്ക് കരിമീനും ആ ഗ്രേവിയും കൂടി വെച്ച് വാഴയില കെട്ടി നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സ്ലോ കുക്ക് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിക്കാവുന്ന രീതിയിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്.